ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഏതായാലും മുകേഷിന്റെ രാജി സംബന്ധിച്ച കാര്യം, അതായത് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിക്കകത്തൊരു തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ മണിക്കൂറിലും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു രാജി ആവശ്യത്തോട് പാർട്ടിക്ക് അനുകൂലമായൊരു നിലപാടില്ല എന്നാണ്. ഇന്നലെ സജി ചെറിയാനോട് ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെക്കേണ്ടെന്ന് ചോദിച്ചപ്പോഴും അതൊരു നയരൂപീകരണ സമിതിയല്ല, നയം രൂപീകരിക്കുന്നത് ഗവൺമെൻറ്റാണ്, അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാണ് എന്ന് അദ്ദേഹം ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് CPM പറയുന്നൊരു ന്യായമുണ്ട്. സമാന സ്വഭാവത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട 2 MLA-മാർ ഈ അന്വേഷണവുമൊക്കെ നടക്കുമ്പോഴും MLA-മാരായി തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്. അവർക്കില്ലാത്ത അധികമായ എന്ത് പ്രശ്നങ്ങളാണ് മുകേഷ് നേരിടുന്നത് എന്നാണ്. എങ്ങനെയാണ് പ്രതിപക്ഷം കേരളത്തിലെ CPM-ന്റെ നിലപാടിനെ കാണുന്നത്? നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അന്നു മുതൽ ഇന്നു വരെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? ഇടതുപക്ഷ സർക്കാരിന് ഈ വിഷയത്തിൽ ഉള്ള അനാസ്ഥയും അതുപോലെ തന്നെ സ്ത്രീ പീഡന കേസുകളിൽ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ പറയുന്ന ഒരു ഗവൺമെൻറ്, ഒരു സർക്കാർ ഒരു ശതമാനം പോലും അതിനോട് ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ നിരവധി ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, എന്നാലും ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പുറത്തു വന്നത് അത് എങ്ങനെയുണ്ടായി? ഇതിനൊന്നും സർക്കാരിനോ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആർക്കും യാതൊരു പങ്കുമില്ല. അത് അങ്ങനെ ശക്തമായി ഉണ്ടായ ഒരു വനിതാ കൂട്ടായ്മ, അവർക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട അവർക്കെതിരെ ഉണ്ടായ അനീതിയുടെ പേരിലും ഉണ്ടാക്കിയ ഒരു സ്ത്രീ കൂട്ടായ്മയുടെ ശക്തമായ ഇടപെടൽ, ആ ഇടപെടലിൻ്റെ അവസാനമാണ് ഹേമ കമ്മീഷനും പിന്നീട് അത് ഹേമ കമ്മിറ്റിയുമായി മാറുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൻ്റെ കാരണം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഓഫീസർ കമ്മീഷണർ അതിൻ്റെ അത് പ്രത്യേകമായ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ ഏത് കാര്യത്തിൽ എവിടെയാണ് ഒരു തികഞ്ഞ ആത്മാർത്ഥത കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷം മാത്രമല്ല ചോദിക്കുന്നത്, കേരള സമൂഹം ചോദിക്കുകയാണ്, കേരളത്തിലെ സ്ത്രീകൾ ചോദിക്കുകയാണ്. നോക്കൂ, ഞാൻ ഇനി അതിൽ പഴയ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്നിപ്പോൾ CPM-ൻ്റെയും CPI-യുടെയും പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം പറയുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പരാമർശിക്കുന്നില്ല, അതിനെ അഡ്രസ്സ് ചെയ്യുവാനോ കമൻറ്റ് ചെയ്യാനോ തയ്യാറാകുന്നില്ല. അപ്പോൾ കേരള സമൂഹം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അല്ലെങ്കിൽ വനിതാ നേതാക്കൾ, അത് ആരാണെന്ന് ആലോചിക്കണം, ചെറിയ നേതാക്കളൊന്നുമല്ല പറഞ്ഞത്, പോളിറ്റ് ബ്യൂറോ അംഗമാണ് പറഞ്ഞത്. ആനി രാജയെ പോലെയുള്ള അവരുടെ ഏറ്റവും ഉയർന്ന ഉന്നത സമിതിയിലിരിക്കുന്ന ഒരു വനിതാ നേതാവാണ് പറഞ്ഞത്. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞതിൽ ഞാൻ വളരെ അത്ഭുതത്തോടെ കാണുകയാണ്. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും അതൊന്നും പ്രതീക്ഷിച്ചില്ല. കാര്യം തുടക്കത്തിൽ തന്നെ രാജിവെക്കണമെന്നുള്ള ഒരു നിലപാട് CPI എടുത്തിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നു, ആനി രാജയെ പോലെ ഉള്ളവർ ദേശീയ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി, അത്തരം കാര്യങ്ങളിൽ മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ പറയുവാൻ സംസ്ഥാന നേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞത് സത്യത്തിൽ ഞാൻ വലിയ അത്ഭുതത്തോടെയാണ് കാണുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അത് പ്രതീക്ഷിച്ചല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വിമൻ കളക്റ്റീവ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനാണ് വേണ്ടത്. ഇടതുപക്ഷത്തിനാണ് വിമൻ കളക്റ്റീവ് ഇൻ CPM അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന ഒരു സംവിധാനം വേണ്ടത്. അവിടെ ഇത്രയും അധികം സ്ത്രീകൾ പറഞ്ഞപ്പോഴും ഇതിന് മറുപടി പറയുന്നില്ല, അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യം, ഇവിടെ അമ്മയെന്നും ടീച്ചറെന്നും ഒക്കെ വിളിച്ചിരുന്ന നിരവധി സ്ത്രീ നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത്, ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് മന്ത്രിയായിരുന്നവരുണ്ട്. നിലവിൽ മന്ത്രിയായിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ. അവരല്ലേ ആദ്യം മുകേഷിൻ്റെ മുൻ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്തതും അവർ പറഞ്ഞ ഗാർഹിക പീഡനത്തെക്കുറിച്ചുള്ള വലിയൊരു ഇൻ്റർവ്യൂ പുറത്തു വന്നതുമൊക്കെ. അപ്പോൾ അവരുൾപ്പെടെയുള്ള വീണ ജോർജ് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ കേരളത്തിൽ മിണ്ടാതിരിക്കുകയാണ്. കേന്ദ്രത്തിലുള്ള വനിതാ നേതാക്കൾ സംസാരിക്കുമ്പോഴും ഇവിടെയുള്ള വനിതാ നേതാക്കൾക്ക് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ ഈ CPM-നെ സംബന്ധിച്ച്, ഈ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. അവരെ സംബന്ധിച്ച് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കണം.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് ശേഷം വന്ന ചില ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേജുകൾ പൂഴ്ത്തിവെച്ചു, ഇപ്പോഴും ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിലപാട് ഇപ്പൊ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. 10-ാം തീയതി കോടതി ആ വിഷയം പരിഗണിക്കാൻ പോവുകയാണ്. പക്ഷേ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണ പരാതികളിന്മേൽ നടപടിയെടുക്കാത്തതിന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതേ ആരോപണങ്ങൾ നേരിട്ട് 2 പേർ പ്രതിപക്ഷത്തുണ്ടല്ലോ, അവരുടെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടുമോ എന്നാണ്. അല്ലേ, അത് ഞാൻ ചോദിച്ചോട്ടെ, അതാണോ അതിൻ്റെ മറുപടി പറയേണ്ടത്? യഥാർത്ഥത്തിൽ ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ആണ് മുകേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഈ ഭരണം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുകേഷിനെ ഈ ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായിട്ടും നിരവധി ദിവസങ്ങൾ നിരവധി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്ന ഒരു ഗവൺമെൻറ്റാണിത്. സജി ചെറിയാൻ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു, മഹാനായ വ്യക്തിയാണെന്ന് പറഞ്ഞു, മഹാനായ ഡയറക്ടറാണ്, അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകേഷ് ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. പ്രതിപക്ഷ MLA മാർ അങ്ങനെയല്ല. അവർക്ക് ഭരണത്തിൻ്റെതായ യാതൊരു സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കൊക്കെ എതിരെ FIR രജിസ്റ്റർ ചെയ്തു, മണിക്കൂറുകൾക്കുള്ളിൽ അവർ ജയിൽവാസം അനുഭവിച്ചു, അവർക്കെതിരെ കേസെടുത്തു. പക്ഷേ മുകേഷിനെതിരെ എപ്പോഴാണ് കേസെടുത്തത്? വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ, പ്രതിപക്ഷം സമ്മർദ്ദമുണ്ടാകിയപ്പോൾ, അതുപോലെ തന്നെ പൊതു സാംസ്കാരിക നേതാക്കൾ, ചില സാംസ്കാരിക നായകന്മാർ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ CPM-ൽ തന്നെയുള്ള ഇടതുപക്ഷത്ത് തന്നെയുള്ള വനിതകൾ, അല്ലെങ്കിൽ സിനിമയിലുള്ള ഇടതുപക്ഷ അനുകൂലികളായ ആളുകൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ആഷിഖ് അബുവിനെ പോലുള്ളവരൊക്കെ രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ അനുകൂലികളായ ആളുകൾ പോലും സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് മുകേഷിനെതിരെ കേസെടുക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭരണത്തിൻ്റെതായ എല്ലാ ഇമ്മ്യൂണിറ്റിയും കൊടുത്ത് മുകേഷിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നു, ഒരു MLA സംരക്ഷിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധി രാജിവെക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. പിന്നെ രാജിവെക്കുക എന്നുള്ളത് ഒരു ധാർമ്മികതയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ധാർമ്മികത തോന്നുന്നില്ല എങ്കിൽ ഇപ്പോഴും അദ്ദേഹം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്കെതിരെ നിരവധിയായ ആരോപണം, ഒറ്റ ആരോപണമല്ലല്ലോ വന്നത്. ഇപ്പോൾ മറ്റു പല കേസുകളിലും ഒരു ആരോപണമായിരിക്കും, ആരെങ്കിലും ഒരാളുടെ ആരോപണമായിരിക്കും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. 2018 മുതൽ നിരവധിയായ ആരോപണങ്ങൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ തന്നെ ആരോപണങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയെ എങ്ങനെയാണ് കൊല്ലത്തുള്ള സാധാരണക്കാരായ സ്ത്രീകൾ പോയി കാണാൻ കഴിയുക? നേരത്തെ പറഞ്ഞ ഈ 2 ആരോപണങ്ങളും മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്. അതിനുശേഷമാണ് മുകേഷ് ജനപ്രതിനിധിയായത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ധാർമ്മികത, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്.